ഇവിടെ ഇപ്പോൾ തൽക്കാലം ആരുടെയും പടമില്ല. നിങ്ങൾ നോക്കണം, പാലക്കാട് ജില്ലയിൽ നിന്നുള്ള ഒരുപാട് പ്രമുഖരുടെ പടം ഇവിടെ ഉണ്ടായിരുന്നു. പല രീതിയിലും പഴയകാല ഫോട്ടോ ഒക്കെ നശിച്ചുകൊണ്ട് ചിലരുടെ ഇല്ല, ചിലരുടെ കിട്ടാൻ പോലും ഇല്ല പണ്ട് കാലത്തുള്ളൊരു ഫോട്ടോ. അതുകൊണ്ട് ഫോട്ടോ പ്രദർശനം നടത്തിയിട്ടല്ല DCCയിൽ ചേറ്റൂർ ശങ്കരൻ നായരെ അനുസ്മരിക്കുന്നത്. നിങ്ങളൊന്ന് മനസ്സിലാക്കണം, ഇന്ത്യയിലെ ഏക മലയാളി കോൺഗ്രസ് പ്രസിഡന്റാണ്. അദ്ദേഹത്തിൻ്റെ സംഭാവനകളാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെടേണ്ടത്. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല നടന്നത് പഞ്ചാബിലാണ്, നിങ്ങൾക്കറിയാം. ആ പഞ്ചാബിലുള്ളവർ പഞ്ചാബി ഭാഷ സംസാരിക്കുന്നവരാ. അവർ ഈ അവരുടെ മതം സിഖാണ്. എന്നിട്ട് പോലും അന്നത്തെ കാലത്ത് അവർക്ക് വേണ്ടി ആ കൂട്ടക്കൊലയിൽ പ്രതിഷേധിച്ചുകൊണ്ട് വലിയ നിയമ പോരാട്ടം നടത്തിയത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഭാഗമായിട്ടാണ് ചേറ്റൂർ ശങ്കരൻ നായർ. ആ കാലത്തും സ്വാതന്ത്ര്യ സമരത്തെ ഒറ്റിക്കൊടുത്തവരും മാപ്പ് എഴുതി കൊടുത്ത് ജയിലിൽ നിന്ന് പോകുന്ന AB വാജ്പേയിൻ്റെ അനുയായികളാണ് ചേറ്റൂരിനെ അനുസ്മരിക്കാൻ ഇറങ്ങുന്നത്. ഇതുപോലെ ഈ നാട്ടിലെ ഈ ജനങ്ങൾക്ക് ഇത്രയും അവരെ അപകീർത്തിപ്പെടുന്ന അല്ലെങ്കിൽ അപമാനിതരാകുന്ന ഒരു സാഹചര്യം BJP എന്നുള്ള പാർട്ടിക്ക് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രവുമായിട്ട് എന്താ ബന്ധം? ചേറ്റൂർ ശങ്കരൻ നായരായിട്ട് എന്താണ് ബന്ധം? ഇവിടെ അദ്ദേഹത്തിൻ്റെ ഇത്രയും വർഷം BJP എവിടെയായിരുന്നു? 10 വർഷക്കാലമായി BJP ഭരിക്കുകയല്ലേ. അവിടെ പഞ്ചാബിലൊരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തു. ആ സിനിമയുടെ പ്രകാശനത്തിന് സിനിമ കാണാൻ വേണ്ടി അതിൻ്റെ എന്തോ ഒരു ചടങ്ങുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി പോയപ്പോൾ എന്താണ് ഈ കഥ എന്ന് അന്വേഷിച്ചപ്പോൾ പ്രധാനമന്ത്രി തന്നെ അപ്പോഴാണ് അറിയുന്നത് അദ്ദേഹം ജാലിയൻ വാലാബാഗിലെ കൂട്ടക്കൊലയിൽ മരണപ്പെട്ട ആളുകൾക്കെതിരെയും അന്നത്തെ ജനറൽ ഡയറിനെതിരെയും വലിയ നിയമ പോരാട്ടം നടത്തിയ ആളാണെന്ന് അദ്ദേഹം അപ്പോഴാണ് അറിയുന്നത്. ഇപ്പോൾ രാജ്യത്തെ പ്രധാനമന്ത്രിക്ക് ഇത് അറിയാൻ 10 വർഷക്കാലം എടുത്തു. രാജ്യത്തെ കേന്ദ്രമന്ത്രിമാർക്ക് അറിയാൻ 10 വർഷക്കാലം എടുത്തു. ഇന്ന് വരെ BJPക്കാരുടെ ഒരു പൊടി പോലും ചേറ്റൂർ ശങ്കരൻ നായരുടെ സ്മൃതി മണ്ഡപത്തിൽ കണ്ടിട്ടില്ലല്ലോ. അപ്പം ചരിത്രത്തെ വികലമാക്കുകയും വളച്ചൊടുക്കുകയും ചെയ്യുക, അതിപ്പോൾ ഒരു പാരമ്പര്യമായിട്ട് BJP എടുത്തിരിക്കുക.